ഇന്ത്യൻ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെ പോകാൻ നിന്നാലും ഞാൻ ക്യാമറ ബുക്കിംഗ് കൊണ്ട് വരും. അത് കാണുമ്പോഴേക്ക് 3 ആളും തുടങ്ങിയിട്ടുണ്ടാവും. ഓ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടാവും. ഇന്ന് ഏതായാലും 2-3 സ്ഥലത്ത് പോകാനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഫാദിക്കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് മേമ വരുന്നത് ഞാൻ വീഡിയോസ് എടുത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് ഫോണും കൊണ്ട് വണ്ടി കയറിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ വരുന്ന ഒരു വീഡിയോസിൻ്റെ ഒരു പോസ്റ്റ് കിട്ടിയത്. അങ്ങനെ മുന്നത്തെ സീറ്റും പ്രതീക്ഷിച്ച് ഞാൻ വണ്ടി കയറി. വണ്ടി കയറി ഞാൻ വടിയായിട്ടോ അതും ഫാദിക്കുട്ടി തട്ടിയെടുത്തു. അവൻ്റെ അടുത്ത് ഞാൻ പറയും ഭാര്യ ഭർത്താവല്ലേ മുന്നിൽ ഇരിക്കുക, നീ ബാക്കിലല്ലേ ഇരിക്കുക എന്നൊക്കെ പറയട്ടെ. പക്ഷെ സമ്മതിച്ചു തരൂല കേട്ടോ. എന്തോ ബാക്കിൽ ഇരിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. കുഞ്ഞാക്കാൻ്റെ അടുത്ത് മുന്നിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു വൈബ് കിട്ടുക. അങ്ങനെ അതായത് എനിക്ക് ഉറക്കം വന്ന് കോട്ടുവായൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ, നിനക്ക് മാത്രമല്ല സച്ചുനും കൂടെ അവകാശപ്പെട്ട സീറ്റാണ് അത്. അപ്പോൾ സച്ചിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ അവൻ ഇരിക്കാറുണ്ട്. പിന്നെ പറയും മേമാൻ്റെയും ഫാദിൻ്റെയും ആഗ്രഹം തീരട്ടെ എന്നിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് പറയും. പക്ഷേ എന്നാലും ഞങ്ങൾ അവൻ ഇരുത്താറുണ്ട്. പിന്നെ സച്ചുന് അധികം ലോങ് ഒക്കെ നമ്മൾ പോകുമ്പോൾ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തറവാട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു പുഴയുള്ളത്. നല്ല വ്യൂ ഉള്ള ഒരു പുഴയാണ്. അതായത് നമ്മുടെ കുന്തിപ്പുഴൻ്റെ മേൽഭാഗമാണ്. അത്യാവശ്യം നല്ല കലക്കുള്ള വെള്ളമാണ്. ഫാദിക്കുട്ടിക്ക് എന്തായാലും പുഴയിലോട്ടൊന്ന് ഇറങ്ങണം. പക്ഷേ നല്ലപോലെ വെള്ളം നല്ലപോലെ ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കുഞ്ഞാക്കിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നോക്കി വരൂലെന്ന് പറഞ്ഞിട്ട് അവന് വാശി പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ആ പോക്ക് കണ്ടിട്ട് സച്ചുവിനെ സഹിച്ചില്ല. അവൻ പിന്നാലെ പോയി അവനെ പിടിച്ചു. വീട്ടിൽ സച്ചും ഫാദിയും ഭയങ്കര ശത്രുക്കളായിരിക്കും കേട്ടോ. ഷീവൊക്കെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാനെങ്കിൽ സച്ചുവിനെ സമ്മതിക്കൂല. അങ്ങനെ തന്നെ ഞങ്ങൾ തറവാട്ടിലെത്തി. തറവാട്ടിൽ എപ്പോൾ ചെന്നാലും ഭയങ്കര പണി നടക്കുന്ന തിരക്കായിരിക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും എവിടെ പോയാലും ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ പൗഡറിന്റെ ഒരു വലിയ ഡബ്ബയാണ് ഈ കാണുന്നത്. എന്നെ കണ്ടപാടെ നീനും എല്ലാം മറഞ്ഞു നിന്നിട്ടോ എന്നെ അതിൽ പെടുത്തണ്ടാന്ന് പറയും. പിന്നെ അമ്മയും കുഞ്ഞാക്കൊക്കെ വീട് പണ്ടിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇറങ്ങി. എപ്പോൾ ഞങ്ങൾ വരുമ്പോഴും ഈ ഒരു ഓപ്പൺ ജിമ്മിൽ കയറാറുണ്ട്. അപ്പോൾ കുഞ്ഞാക്ക് ചോദിക്കും സാധാ ജിമ്മിൽ പോകുന്നത് പോരാഞ്ഞിട്ടാണോ നീ ഇവിടെയും കൂടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹം കൂടി നോക്കണേ. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ പോകുന്നത് കേട്ടോ. അവിടെ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അവരുടെ ആഗ്രഹം ഒന്ന് ചെറുതായിട്ട് നടത്തി കൊടുക്കും. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഒന്നും കൂടെ ഫ്രഷ് ആയി നേരെ ഞങ്ങൾ സാഫ്രോൺ മന്തിയിലോട്ട് വിട്ടു. അവിടെ എത്തിയപ്പോൾ സച്ചുവിൻ്റെ ഫാദിൻ്റെ മുഖത്തിന് ഒരു ഉഷാറില്ല. അവർക്ക് കോർണിഷ് കഫേ തന്നെ പോകണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്ന് ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ എത്തിപ്പെടണം. വേറെ എവിടെ നിന്ന് എന്ത് കഴിച്ചാലും നമുക്ക് തൃപ്തിയാവും. പിന്നെ കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെയും കുഞ്ഞാക്കാൻ്റെ ചെറിയൊരു ചായ അങ്ങോട്ട് തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. പിന്നെ അവരും കൂടെ പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ ജ്യൂസ് ഓർഡർ ചെയ്യും. കുഞ്ഞാക്ക മധുരമില്ലാത്ത ചായ. പിന്നെ ഫാദിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ഷവർമയാണ് കേട്ടോ പ്ലേറ്റ്. ഞങ്ങളാണെങ്കിൽ ഷവായ. അവൻ അത് അങ്ങനെ വല്ലാതെ കഴിക്കും. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ജ്യൂസൊക്കെ ബാക്കിയായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ പിന്നെ ഞാൻ കുടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ണം വെച്ച് വരുന്നത് കേട്ടോ. ജിമ്മിൽ പോകും നല്ലപോലെ ഫുഡ് അടിക്കും. അതിലും വാങ്ങിച്ചതല്ലേ പിന്നെ അവരുടെ ബാക്കിയായാലും ഞാനത് കുടിക്കട്ടോ. ജ്യൂസ് മാത്രമേ ഉള്ളൂ, ബാക്കി ഫുഡൊന്നും ഞാൻ അങ്ങനെ കഴിക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന അവിടെ നല്ലൊരു അടിപൊളി മിറർ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ എപ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. വരുമ്പോൾ കേക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം. എന്തായാലും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടിയൊക്കെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വണ്ടി കയറിയപ്പോൾ ആ ഫാദി ബാക്കിൽ കയറിയിട്ടുണ്ട്. മേമ മുന്നിൽ കയറിക്കോന്ന് പറഞ്ഞു. അതായത് സച്ചോനോട് പറയാൻ നമുക്ക് ബാക്കിൽ നിന്ന് കളിക്കാം. അതുകൊണ്ടാണ് കേട്ടോ മാറി. പിന്നെ നേരെ എണ്ണടിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ചധികം ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു. അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ബ്ലൂബെറി. ഇതൊരു വെറൈറ്റി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.